ഓർഗനൈസേഷണൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി HR-ന് മാത്രമാണോ? അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. വി ആർ ഇൻടു ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് കോർപ്പറേറ്റ് ട്രെയിനിങ്സ്. വി ആർ ഓഫീസ് ഇൻ ട്രിവാൻഡ്രം, കൊച്ചി ആൻഡ് കാലിക്കറ്റ്. പറഞ്ഞു വരുന്നത്, എല്ലാ സ്ഥാപനങ്ങളിലും ഒരു കൾച്ചർ വേണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്? ആദ്യമേ പറയട്ടെ, മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ഡെസിഗ്നേഷൻ അല്ല, മറിച്ച് ഡെയിലി ഹാബിറ്റാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കാം. സോ നിങ്ങളൊരു മാനേജ്മെന്റ് ആണെങ്കിൽ, നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ, നിങ്ങളുടെ ഡെയിലി ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ വിൽ അഫക്റ്റ് യുവർ എംപ്ലോയീസ്. അതായത് ഹൗ യു റിയാക്ട്, ഹൗ യു ഹാൻഡിൽ കസ്റ്റമർ കംപ്ലൈൻറ്റ്സ്, how you appreciate a person, how you behave when there is a tension. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എംപ്ലോയീസിനെ അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ബേസിസിലായിരിക്കും അവരുടെ ബിഹേവിയറൽ ഔട്ട്കം എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ അഫക്റ്റ് യുവർ കസ്റ്റമേഴ്സ് ഓൾസോ. സോ നമ്മളുടെ ബിഹേവിയർ അത് തന്നെയാണ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറായി ഇവഞ്ച്വലി മാറുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു പോസിറ്റീവ് കൾച്ചർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റും മാനേജേഴ്സും, സെക്കൻഡ് ലെവൽ മാനേജേഴ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. HR മാനേജർ അല്ലെങ്കിൽ HR എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. സോ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ആ മാനേജ്മെന്റ് ടീം അവരെങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നാൽ അതിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതെല്ലാം ബേസിസിലാണ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ കൾച്ചർ രൂപപ്പെടുന്നത്. അതിലൂടെയാണ് പുറത്ത് നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യുന്നത് ഈ ഓർഗനൈസേഷൻ്റെ കൾച്ചർ എന്താണ് എന്നുള്ളത്. സോ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട് ഫ്രം ഓൾ ഓഫ് us ബിസിനസ് ഓണേഴ്സ്, മാനേജേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇവിടെ നിന്നാണ് നമ്മളുടെ റിയൽ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇഫ് യു നീഡ് മോർ ക്ലാരിഫിക്കേഷൻ, യു കോൺടാക്ട് മീ. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ബാനർജി ഭാസ്കരൻ.